ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള റോഡുകൾ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ കീഴിൽ വരണം. കാപ്പാട് എത്തുമ്പോൾ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്, എത്തുന്നതിന് മുമ്പ് റോട്ടിൽ കൂടി പോയി അതിലും വലിയ എക്സ്പീരിയൻസ് ആണ്. ടൂറിസ്റ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കാണുന്നത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള റോഡുകൾ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ കീഴിൽ വരണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അതിപ്പോൾ ഇല്ലാതെ പോകുന്നു. അപ്പം അതിന് ഏകോപനത്തിന് വലിയ ശ്രമമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് കാപ്പാട്, അവിടേക്ക് പോയാൽ കാപ്പാട് എത്തുമ്പോൾ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്, എത്തുന്നതിന് മുമ്പ് റോട്ടിൽ കൂടി പോയി അതിലും വലിയ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അത് മറ്റു ചില വകുപ്പ് വരുന്നത്, അപ്പോൾ ആ വകുപ്പ് മന്ത്രി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കുള്ള റോഡുകൾ വിവിധ വകുപ്പുകളാണ്. ചിലത് ഫിഷറീസ്, ചിലത് ഇറിഗേഷൻ, ചിലത് പൊതുമരാമത്ത്, ചിലത് LSDD. ഇതിലൊരു ഏകോപനം നമുക്ക് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു പ്രപ്പോസൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാലിന്യ പ്രശ്നം, പിന്നെ ആക്സസിബിലിറ്റി, പിന്നെ മെയിൻ്റനൻസ് ഒരു പ്രശ്നമാണ്. ആര് മെയിൻറ്റെയിൻ ചെയ്യും? ചിലത് ടൂറിസം വകുപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ചിലത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ചിലത് ഫോറസ്റ്റ് വകുപ്പുണ്ട്, മറ്റു വകുപ്പുകളുണ്ട്, ഒക്കെ ഉണ്ട്.